ഇപ്പോ എന്താണ് പടച്ചോനിൽ അങ്ങോട്ട് അത്ര വിശ്വാസം വരുന്നില്ല. നിസ്കരിച്ചിട്ടും നോമ്പ് പിടിച്ചിട്ടൊന്നും പ്രയാസങ്ങളൊന്നും അങ്ങോട്ട് മാറുന്നില്ല. ദുആയൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്വതക്ക് കൊടുക്കുന്നുണ്ട്, അങ്ങോട്ട് പ്രശ്നങ്ങൾ അങ്ങോട്ട് മാറുന്നില്ല. എന്താണെന്നറിയില്ല, പഴയ ഉഷാറൊന്നുമില്ല. അങ്ങനെ നമ്മൾക്ക് ഇബാദത്ത് ചെയ്യാനും നമ്മുടെ ഈമാനികമായ കാര്യങ്ങളിലൊക്കെ ഒരു ഇടിവ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും മോശപ്പെട്ട ചിന്തകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റിയൊരു ദിക്റുണ്ട്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. ഈ ദിക്ർ വളരെ പവറുള്ള ഒരു ദിക്റാണ്. അതായത് ശൈത്വാൻ പരമായ പിശാച് പരമായ എന്ത് ഉപദ്രവം ഉണ്ടെങ്കിലും അതൊക്കെ മാറി സലാമത്താവാനുള്ള ഒരു ദുആയാണ്. റളീതു ബില്ലാഹി റബ്ബൻ എന്ന് പറഞ്ഞേ, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. വല്ലാത്ത പവറാണത്. റളീതു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ബില്ലാഹി റബ്ബൻ, എന്റെ റബ്ബായിട്ട് അല്ലാഹനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ വബിൽ ഇസ്ലാമി ദീനൻ, എന്റെ മതമായിട്ട് ഞാൻ ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ നബിയ്യ, എന്റെ നബിയായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന സുന്ദരമായ പവറുള്ള ഈ ഒരു ദിക്ർ നമ്മൾ പഠിച്ചു വെക്കുക. നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസമൊക്കെ പ്രഭാതത്തിൽ സുബഹി നമസ്കാരം കഴിഞ്ഞും അതുപോലെ ജുമാ നിസ്കാരം കഴിഞ്ഞും അതുപോലെ അസർ മഗ്രിബ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ 5 വഖത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം 3 പ്രാവശ്യം ഈ ഒരു ദിക്ർ പറഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരെ നമുക്ക് അതിന്റെ ഒരു എന്താ പറയാ നേട്ടം കിട്ടുമെന്നാണ്. നമുക്ക് ഈമാൻ നഷ്ടപ്പെട്ടു പോകൂല.